നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സുശീലയോട് സൂപ്രണ്ട് ചെല്ലാൻ പറഞ്ഞു. എഴുന്നേറ്റ് വാ. ഓഹ്, എന്തിനാ സാറേ, എനിക്ക് നടക്കാനൊന്നും വയ്യ. ഒരു വിസിറ്റർ ഉണ്ട്, പതുക്കെ ചെന്ന് കണ്ടാ മതി. വേണ്ട, എനിക്ക് ഒരുത്തനെയും കാണണ്ട. ഒരുത്തനല്ല, ഒരുത്തിയ. ഒരു ലേഡി സുശീലെ കാണാൻ വന്നിട്ടുണ്ടെന്നാ സൂപ്രണ്ട് പറഞ്ഞത്. കാണണ്ടെന്ന് പറഞ്ഞേക്കട്ടെ. വേണ്ട, ഞാൻ വന്ന് കണ്ടോളാം. എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാവോ? അമ്മേ, അയ്യോ, അയ്യോ, അതെ, ആരെങ്കിലും രക്ഷിക്കാന്ന് പറയാൻ വേണ്ടി വന്നതാണെങ്കി വേണ്ടെന്ന് പറയണ്ട. എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടി പോവാൻ പറ്റുമെങ്കിൽ പോവാൻ നോക്ക്, അതാ നല്ലത്. പോയി കണ്ടിട്ട് വാ. ഹർഷേ, നീ വരുമെന്ന് എനിക്കറിയായിരുന്നു. നീ ആയിരിക്കുന്നു വിചാരിച്ചു തന്നെയാ ഞാൻ കാണാൻ സമ്മതിച്ചതും. ആന്റി ആകെ ക്ഷീണിച്ചല്ലോ. ഇതെന്തു പറ്റി? മുഖമൊക്കെ ആകെ കരുവാളിച്ചല്ലോ. അപ്പോ നീയൊന്നും അറിഞ്ഞില്ലേ ഹർഷേ? ഞാനിന്നലെ ഹോസ്പിറ്റലിലായിരുന്നു. ഒരുത്തി ഇതിനകത്ത് വെച്ചേ എന്നെ കൈവച്ചതാ. ഈശ്വര, ദേഹം മുഴുവൻ ഇടിച്ച് പദം വരുത്തി കളഞ്ഞു അവള്. ഓ, അല്ല, അപ്പൊ ഞാൻ വിചാരിച്ചത് നീ അത് അറിഞ്ഞിട്ട് വന്നതാന്നാ. സോനയും ഇന്ദ്രനും എന്നെ വന്ന് കണ്ട കാര്യം ആന്റി അറിയേണ്ട കാര്യമില്ല. ഇതെന്റെ മാത്രം കണക്കിലിരിക്കട്ടെ. പരാതിയൊന്നും ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട് കേസൊന്നും എടുത്തില്ല, അതുകൊണ്ട് വാർത്തയും ആയില്ല. ഇല്ല ആന്റി, ഇങ്ങനൊരു വാർത്ത ഞാൻ അറിഞ്ഞതേയില്ല. ഓ, ആന്റിയുടെ വീട്ടുകാരെ അറിയിച്ചില്ലേ? അവരറിയിച്ചു. ഹോസ്പിറ്റലിൽ ഇന്ദ്രൻ വന്നിരുന്നു. എന്നിട്ട് മര്യാദയ്ക്ക് ജീവിക്കുവാണെങ്കിൽ ജയിലിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞു. ഞാൻ മര്യാദയ്ക്ക് ജീവിക്കാൻ തയ്യാറാ. പക്ഷേ അനുപമ എൻ്റെ കുടുംബത്തിനുണ്ടാവരുതെന്ന് ഞാൻ പറഞ്ഞു. അവളുടെ മുമ്പിൽ തല കുനിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലതേ മരിച്ചു കളയുന്നതാ. അപ്പോ ആന്റിയുടെ ഉള്ളിലെ കനൽ ഇതുവരെ അണഞ്ഞിട്ടില്ലേ? അതിപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ? അതണിയുന്നതേ എൻ്റെ ശ്വാസം നിലയ്ക്കുമ്പോൾ മാത്രമായിരിക്കും ഹർഷേ. പക്ഷേ ഇതിനകത്തെ ജീവിതം, ഇതൊരു നരകം തന്നെയാ ഹർഷേ. സത്യം പറഞ്ഞ ദേഹം മുഴുവൻ ഇടിച്ചു നുറുക്കിയതുപോലുള്ള വേദന അനുഭവിച്ചുകൊണ്ടാ ഞാനിപ്പോഴും നിന്റെ മുമ്പിൽ നിൽക്കുന്നത്.